വർഷം 1781 മാർച്ച് 13 വില്യം ഹെർഷേൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ആസ്ട്രോണമറാണ് ആദ്യമായിട്ട് യുറാനസ് എന്ന് പറയുന്ന ഗ്രഹത്തിനെ കണ്ടുപിടിക്കുന്നത് 244 വർഷങ്ങൾക്ക് മുമ്പ്. ആദ്യം അതിനെ കണ്ടെത്തിയ സമയത്ത് അതൊരു കോമറ്റ് ആണെന്നാണ് വിചാരിച്ചത്. പിന്നീട് പല ഒബ്സർവേഷനിലൂടെയാണ് അത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള പ്ലാനറ്റ് ആണെന്ന് മനസ്സിലാക്കിയത്. ആദ്യമായിട്ട് ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന പ്ലാനറ്റ് കൂടിയാണ് യുറാനസ് എന്ന് പറയുന്ന പ്ലാനറ്റ്. മറ്റു പ്ലാനറ്റുകളായിട്ടുള്ള മെർക്കുറി, വീനസ്, മാഴ്സ്, ജൂപ്പിറ്റർ, സാറ്റേൺ എന്ന് പറയുന്ന പ്ലാനറ്റുകളൊക്കെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ 1820 മനുഷ്യൻ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ കണ്ടെത്തുന്നത്. അതായത് യുറാനസിനെ കണ്ടെത്തിയിട്ട് 40 വർഷത്തിന് ശേഷമാണ് മനുഷ്യൻ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ആ ഭൂഖണ്ഡത്തെ കണ്ടെത്തുന്നത്. അതായത് യുറാനസിലേക്കുള്ള ഭൂമിയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് 290 കോടി കിലോമീറ്ററാണ്. അവനവൻ്റെ സ്വന്തം പ്ലാനറ്റിലുള്ള ഒരു വലിയൊരു ഭൂഖണ്ഡം, അതായത് ഈ അന്റാർട്ടിക്കയുടെ വലുപ്പം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 4 മടങ്ങ് വലുപ്പമുള്ള അത്രയും വലിയൊരു ഭൂഖണ്ഡമാണ്. അതിന് മനുഷ്യൻ കണ്ടെത്തിയിട്ട് യുറാനസ് കണ്ടെത്തിയതിന് 40 വർഷത്തിന് ശേഷമാണെന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ പ്ലാനറ്റിനെ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആ കാലഘട്ടത്തിലൊന്നും. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ദൂരെയാണ് ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം ഉള്ളത്. ഇന്ത്യയുടെ ഒരു 3 റിസർച്ച് സെന്ററുകൾ അന്റാർട്ടിക്കയിലുണ്ട്. 1983 സ്ഥാപിച്ച ദക്ഷിണ ഗംഗോത്രി, പിന്നെ 1989 സ്ഥാപിച്ച മൈത്രി, അതുപോലെ 2012 സ്ഥാപിച്ച ഭാരതി. ഇതിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ദക്ഷിണ ഗംഗോത്രി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ ഗവേഷണ കേന്ദ്രങ്ങൾ എന്തിനാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര ഗവേഷണം, ധാതുക്കളെ പറ്റി പഠിക്കുക, പിന്നെ അവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനവും നടത്തുന്നുണ്ട്. ഇരുമ്പ്, കൽക്കരി, ചെമ്പ്, സ്വർണം, യുറേനിയം, പ്ലാറ്റിനം, കൊബാൾട്ട് എന്നിവയാണ് അവിടെ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതു ലവണങ്ങൾ. അന്റാർട്ടിക്കയിൽ ശരാശരി -57 ഡിഗ്രി തണുപ്പാണ് ഉണ്ടാവുക. ചില സ്ഥലങ്ങളിൽ അത് -90 ഡിഗ്രി വരെ പോകാറുണ്ട്. ഇത്ര ഇപ്പം നമ്മൾ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രമൊന്നും ഇല്ലാതെയാണ് അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തണുത്ത് മരവിച്ച് മരിച്ചു പോകും. ആലോചിച്ച് നോക്കും, ഒരാൾ എങ്ങനെയാണ് തണുത്ത് മരവിച്ച് മരിക്കുക എന്ന് പറയുന്നത്. സ്വന്തം പ്ലാനറ്റിലുള്ള ചില പ്രദേശങ്ങളിൽ പോയുള്ള അവസ്ഥയാണ്. താപനില ശരിക്കും കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരം ചൂട് നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും പ്രധാന അവയവങ്ങളിലേക്ക് രക്തം കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യും. ഇത് കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും. താപനില പിന്നെയും കുറഞ്ഞാൽ ഹൃദയമിടിപ്പും കുറയും, അതുപോലെ നമുക്ക് ശ്വാസം എടുക്കാനും പറ്റാതെയാവും. അങ്ങനെ ബോധം നഷ്ടപ്പെട്ടിട്ടാണ് തണുത്ത് മരവിച്ച് മരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ യുറാനസിൽ നിന്ന് അന്റാർട്ടിക്കയിൽ വന്ന് തണുത്ത് മരവിച്ച് മരിക്കുന്ന കഥ വരെ എത്തിയില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പ്രകൃതിക്കപ്പുറം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ജീവന് നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ജീവന് നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രപഞ്ചത്തിൽ വളരെ സേഫായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ എന്നാൽ ഭൂമി അത്ര സേഫായിട്ടുള്ളൊരു പ്ലാനറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അല്ല എന്ന് തന്നെയാണ്. കാരണം സുനാമീസ് ഉണ്ടാവുന്നുണ്ട്, എർത്ത്ക്വേക്സ് ഉണ്ടാവുന്നുണ്ട്, അഗ്നിപർവ്വത സ്ഫോടനം, ചുഴലിക്കാറ്റ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. ലൈഫിനെയും കൊണ്ട് ഈ പ്ലാനറ്റ് എത്ര നാൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല.